സാധാരണഗതിയിൽ വലിയ മത്സരത്തിനൊന്നും സ്കോപ്പില്ലാത്തൊരു മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. കോഴിക്കോട് നോർത്ത് പണ്ട് മുതൽക്ക് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ്. 3 തവണ സഖാവ് ചന്ദ്രശേഖരക്കുറുപ്പ് അവിടെ നിന്ന് ജയിച്ചു. കുറുപ്പ് തൻ്റെ ഇടമുള്ള ഒരു CPM നേതാവായിരുന്നു. കുറുപ്പുള്ളിടത്തോളം കാലം അദ്ദേഹത്തെ ആർക്കും തോൽപ്പിക്കാനും പറ്റിയിരുന്നില്ല. പിന്നെ കുറുപ്പ് ആ സീറ്റിൽ നിന്ന് മാറിയതിന് ശേഷം, അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറിയതിന് ശേഷമാണ് സഖാവ് M. ദാസൻ അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ദാസനെതിരായിട്ട് സൂചനപാൽ മത്സരിച്ചു. സൂചനപാൽ ജയിച്ചു. സൂചനപാൽ 1.5 വിട്ട തവണകളിലായിട്ട് 2 തവണ ജയിച്ചു. കുറച്ചു കാലം മന്ത്രിയുമായിരുന്നു. അവിടുത്തെ ഒരു പ്രമുഖ തീയ കുടുംബത്തിലെ അംഗമായിരുന്നു സൂചനപാൽ. അദ്ദേഹം വലിയ വായനക്കാരനും എഴുത്തുകാരനും സഞ്ചാരപ്രിയനും സർവോപരി ഒരു സാംസ്കാരിക നായകനുമായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സൂചനപാലിൻ്റെ ലേഖനങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫലസ്തീനിലൊക്കെ പണ്ടേ പോയിട്ടുള്ള ആളാണ്. പൊരുതുന്ന പാലസ്തീൻ എന്ന പേര് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ.